ഇവിടെ ഇറങ്ങിയിട്ട് നേരെ ഡൽഹി പോലീസിനെ കാണാൻ പോകുമെന്നാണ് പറഞ്ഞത്. ആര്? അഭിജിത്ത് ദീപ്കെ. എനിക്ക് അവിടെ പ്രക്ഷോഭത്തിന് അനുമതി നൽകണം. പിന്നെ അതായത് ഞങ്ങളുടെ പ്രക്ഷോഭം എന്താണ്? ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് നടത്തുന്ന പ്രക്ഷോഭം. ഇവിടെ പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ല, മാധ്യമങ്ങളാണ്. അതിൽ ഞാൻ എടുത്തു പറയാം, ഏഷ്യാനെറ്റാണ്. ഒരു ഇതുമില്ല. ഇനി ഒഡീഷയിലെ, ബീഹാറിലെ ഇപ്പോൾ ദേശീയ അധ്യക്ഷനായിരിക്കുന്ന നിതിൻ നബീൻ, അദ്ദേഹത്തെക്കുറിച്ച് മുമ്പ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഉടനെ BJP-ക്കാർ പറയും ഇങ്ങനെ അസംഖ്യം പ്രചാരകന്മാർ ഞങ്ങളുടെ ഇതിലുണ്ട് എന്ന് പറയും. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നരേന്ദ്രമോദി, അമിത്ഷാ തുടങ്ങി അങ്ങനെ ഏതാനും പേരുകൾ കഴിഞ്ഞാൽ, യോഗി ആദിത്യനാഥ് കഴിഞ്ഞാൽ പിന്നെ ആരാ? വന്ദേ മാതരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വന്ദേ മാതരം. നമസ്തേ പ്രശാന്ത്. നമസ്തേ. നമസ്തേ. നമ്മുടെ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് തന്നെ പാറ്റ ശല്യം കൊണ്ടാണ് അല്ലേ? അതൊരു ശല്യമാണ്. ഈ ശല്യക്കാരനെ വ്യവഹാരി എന്നല്ല, ശല്യക്കാരനായ ഒരു നികൃഷ്ട ജീവി എന്നൊക്കെ പറയാമെങ്കിൽ അതിനെ അങ്ങനെയും പറയാം. ഞാൻ അതിനോട് താങ്കളോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഈ സൃഷ്ടിയിലെ എല്ലാറ്റിനും അതിൻ്റേതായ ഒരു അസ്തിത്വമുണ്ട്. എല്ലാത്തിനും അതിൻ്റേതായ ഒരു ലക്ഷ്യമുണ്ട്. ഈ സൃഷ്ടിയെ സമഗ്രമായി നിലനിർത്തുന്നത് ഇതെല്ലാം കൂടെ ചേർന്നാണ്. ഈ എക്കോസിസ്റ്റം നിലനിൽക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് കോവിഡ് വൈറസും പിന്നെ മറ്റേ HIV-യുടെ വൈറസും ഒക്കെ അത്യന്താപേക്ഷിതമാണ്. കാക്കയില്ലാത്ത രാജ്യങ്ങൾ. അതെ. ഇത് കാക്ക ഇല്ലാത്ത രാജ്യമുണ്ട്, പക്ഷെ കാക്ക ഉള്ള രാജ്യമുണ്ട്. ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത് ഇത് കാണും. അപ്പോൾ ഇതിനെല്ലാം, അതുകൊണ്ട് പാറ്റയെ നമുക്ക് അങ്ങനെ അങ്ങ് എഴുതി തള്ളാൻ കഴിയില്ല. പക്ഷെ പാറ്റയുടെ പേരിൽ നടക്കുന്ന പലതും എത്രത്തോളം അത് ഈ സൃഷ്ടിക്ക് ഗുണം ചെയ്യും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. അതെ, പാറ്റയെ പോലെ അവമാനിക്കുന്നതായി മനസ്സിലായിട്ടില്ല. പക്ഷെ ഈ സൃഷ്ടിയിലുള്ള ഒന്നിനെയും നമ്മൾ അങ്ങനെ നിഷേധിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ തോന്നലാണ് പറഞ്ഞത്. മൊത്തത്തിൽ നമ്മൾ പ്രകൃതിയിൽ ഇപ്പോൾ ഈച്ച എന്തിന്, നമ്മളെല്ലാവരും ആസ്തികരാണ്, ഈശ്വരനെ അംഗീകരിക്കുന്നവരാണ്. അപ്പോൾ ഇത് ഈ സൃഷ്ടി ഈശ്വരൻ്റേതാണ് എന്ന് കരുതുന്നവരാണ്. അപ്പോൾ അങ്ങനെ അല്ലാത്തവരും ഉണ്ട് കേട്ടോ. അവരുടെയും വാദം എന്തായാലും ഒന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വാദമാണല്ലോ നടക്കും. അതവിടെ നിൽക്കട്ടെ. പക്ഷേ പിന്നെ അങ്ങനെ പ്രയോജനമില്ലാത്ത ഒന്നിനെയും ഈ സൃഷ്ടിയിൽ ഉണ്ടാവില്ല. പ്രകൃതിയിൽ പ്രയോജനമില്ലാത്ത ഒന്നും ഉണ്ടാകില്ല എന്നാണ് ശാസ്ത്രം. പാറ്റ പാർട്ടി ക്ലച്ച് പിടിക്കുമെന്ന് അറിഞ്ഞിട്ടുണ്ടോ? ഈച്ച പാർട്ടി, പല്ലി പാർട്ടി, വിട്ടിൽ പാർട്ടി, വണ്ട് പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പാർട്ടി അതൊക്കെ ക്ലച്ച് പിടിക്കുമായിരിക്കും. കാരണം അല്ല, നമ്മുടെ നിലവിലുള്ള പാർട്ടികൾ ഏതെങ്കിലും ഇങ്ങനെ ആയി മാറാനും സാധ്യതയുണ്ട്. അതെ, അത് ആ പേരങ്ങ് മാറ്റിയാൽ മതിയല്ലോ. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഡൽഹിയിൽ വലിയ കനത്ത കോളിളക്കമുണ്ടാക്കും, പാർലമെന്റിന് നേരെ ഇരച്ചു കയറും, പ്രധാനമന്ത്രിയുടെ ഓഫീസിന് നേരെ ഇരച്ചു ചെല്ലും, വലിച്ച് പാറ്റകളെല്ലാം കൂടെ ചെന്ന് കൂട്ടത്തോടെ കയറും. ഹിറ്റടിച്ചോ ഇല്ലെന്നറിയില്ല. ഒരു ഹിറ്റ് മതി എന്ന് ഡൽഹിയിൽ പലരും പറയുന്നത് കേട്ടു, ഈ പാറ്റ ഓട്ടിക്കാനായിട്ട്. ഹിറ്റടിച്ചോ എന്നറിയില്ല, ഹിറ്റടിക്കേണ്ട ആവശ്യം വന്നോ എന്നറിയില്ല, ഹിറ്റടിക്കാൻ തക്ക യോഗ്യത ഈ വന്നവർക്കൊക്കെ ഉണ്ടോ എന്നറിയില്ല. എന്തായാലും അഭിജിത്ത് ആപ്തെ അല്ലേ, അഭിജിത്ത് ഡിപ്കെ, ആ പേര് പോലും അല്ലാത്തൊരു കട് കിട്ടി. അദ്ദേഹത്തെ ഡീപ്പോർട്ട് ചെയ്തതാണ്, അത് വളരെ വ്യക്തമാണ്. അമേരിക്കയിൽ ഇരുന്ന് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് ഇന്ത്യയും അമേരിക്കയുമായിട്ട് ഈ സകലകലാ ധാരണയുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ സോഷ്യൽ മീഡിയ വഴി ഇന്ത്യക്കെതിരെ പ്രചരണം നടത്തിയതിന് എന്തായാലും ഡിപ്കെ അവിടുന്ന് അവർ നാട് കടത്തിയതാണ്. അതാണ് അദ്ദേഹം എത്രയും പെട്ടെന്ന് ഇങ്ങ് എത്തിയത്. അല്ലെങ്കിൽ വരില്ലായിരുന്നു, വരുത്തിയതാണ്. അമേരിക്ക പറഞ്ഞു വിട്ടതാണ് ചെന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ട്. ഇനി എന്താകും ഈ കൂറ പാർട്ടിയുടെ ഇവിടെ ഇപ്പോൾ രാവിലെ നമ്മുടെ മലയാളം ചാനലുകൾ ഒന്നടങ്കം ഞാൻ നോക്കി, ഒന്നടങ്കം, അതായത് ഏഷ്യാനെറ്റ് മുതൽ ഏറ്റവും ഒടുവിൽ ആരംഭിച്ച ബിഗ് TV വരെ ലൈവായിരുന്നു. ഡൽഹി എയർപോർട്ടിൽ നിന്ന് ലൈവാണ്. അതായത് ഇയാൾ വന്ന് 8 മണിക്കാണ് അയാൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്. പക്ഷേ രാവിലെ ഒരു 7-7:30 മണി തൊട്ട് ലൈവാണ്. പുതിയ നേതാവിന്, അതായത് മോദിയെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കാൻ ഈ മലയാളം മാപ്രകളുടെ കെജ്രിവാളിനെ, മലയാളം ചാനൽ കെജ്രിവാളിനെ കൊമ്പെ കയറ്റി മദ്യക്കുപ്പിയുടെ പുറത്തിട്ടു. അതെ, അവസാനം മദ്യക്കുപ്പിയുടെ പുറത്തിട്ടു വീണു. എന്തായാലും ആ ഒരു അവസ്ഥ ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടത്, ഞാൻ പറഞ്ഞില്ലേ, മലയാളം ചാനലുകൾ ഒന്നടങ്കം ലൈവ് കൊടുത്തുകൊണ്ടിരുന്നൊരു സംഗതി
ഇപ്പോൾ അവർക്കാർക്കും അതിനെക്കുറിച്ചൊന്നും പറയണ്ട. താഴെ ഫ്ലാഷ് ന്യൂസ് ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അതായത് ഈ കഴുത കാമം കരഞ്ഞു തീർക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് മലയാളം ചാനലുകൾ മോദിക്കെതിരായ ഈ ആക്രോശങ്ങളും അട്ടഹാസങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ അതിനകത്ത് വേറെ ഒരു എക്സസൈസും അതിനകത്തില്ല. മനസ്സിലായില്ലേ? വളരെ ലളിതം. കാരണം എന്താണെന്നറിയാമോ, ഇതേ മലയാളം ചാനലുകൾ തന്നെ ഒടുവിൽ ജന്തർ മന്ദറിലാണ് ഇപ്പം ഇവർ വിചാരിച്ചത് പോലീസ് അനുമതി നിഷേധിക്കും, വന്നിറങ്ങിയ ഉടനെ ഇയാളെ അറസ്റ്റ് ചെയ്യും. ഇയാളെ പേരിൽ എന്തെങ്കിലും ചാർജ് വേണ്ടേ? അറസ്റ്റ് ചെയ്താലേ വാർത്തയാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇവർ വലിയ ഈ എന്താ പറയുക, വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത് ഇപ്പം ഡൽഹി കത്തും എന്ന്. പക്ഷേ ഷൂന്ന് പറഞ്ഞ് ഈ മല പോലെ വന്നത് എലി പോലെ പോകുന്ന കാഴ്ചയാണ് കണ്ടത്. എന്താ കാര്യം എന്നറിയാമോ? അവസാനം മല്ലു മാപ്രകൾ തന്നെ പറഞ്ഞു ജന്തർ മന്ദറിൽ ആളില്ല, പ്രക്ഷോഭത്തിന് ആളില്ല. അവിടെ രാവിലെ ഞാൻ നോക്കുമ്പോൾ ഏഷ്യാനെറ്റുകാരൻ ചെന്നിട്ട് അവിടെ ഒരുത്തൻ മറ്റേ അംബേദ്കറുടെ പുസ്തകമൊക്കെ ഇങ്ങനെ നെഞ്ചെ പിടിച്ചുകൊണ്ട്, അംബേദ്കറിൻ്റെ പടമുള്ള പുസ്തകമൊക്കെ നെഞ്ചെ പിടിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ നെഞ്ചും പിരിച്ച് നിൽക്കുകയാണ്. പിന്നെ അവൻ്റെ അടുത്ത് നിന്ന് കോലും വെച്ച് ചോദിക്കുക എന്തൊക്കെയോ ചോദ്യങ്ങൾ. അവൻ ഉടനെ അതിന് മറുപടി പറയുന്നു. രസം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്നവനും കേൾക്കുന്നവനും നേരെ ചൊവ്വേ മനസ്സിലാക്കാൻ പറ്റാത്ത ഇംഗ്ലീഷിലാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. ഇരിക്കട്ടെ, കാണേണ്ടത് അത് കാണേണ്ട ഗതികേട് നമുക്ക്, ഹതഭാഗ്യരായ നമ്മൾ. അതാണ് പറയേണ്ടത്. അവിടെ ജന്തർ മന്ദിർ ഇപ്പോൾ അങ്ങ് ജനസമുദ്രം, രാജ്യത്തെ മുഴുവൻ ജൻസികളും ഇവിടെ ഇപ്പോൾ എത്തും എന്ന് പറഞ്ഞിട്ട് അവസാനം അവിടെ എത്തിയത് എത്ര പേരാണെന്ന് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ചാനലുകൾ തന്നെ പറയുന്നതാണ്. പ്രതിഷേധം വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, വിചാരിച്ചതുപോലെ ആൾ കൂടിയിട്ടില്ല. എന്നാൽ വിചാരിച്ചതുപോലെ ആൾ കൂടിയാൽ മാത്രമേ ഇവരുദ്ദേശിക്കുന്നത് നടക്കൂ. വീട്ടിൽ നിന്ന് ഇറങ്ങി മൊബൈലിന്റെ മുന്നിൽ നിന്നും കണ്ണെടുത്താൽ മെമ്പർഷിപ്പ് പോകും. അതല്ലേ അവിടെ നോംസ്. അതായത് 12 മണിക്കൂറെങ്കിലും മൊബൈൽ ഉണ്ടായിരിക്കണം, മടിയനായിരിക്കണം. ഈ മടിയൻ കുളിക്കുവോ? മടിയൻ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുവോ? മറ്റു കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നില്ല. മടിയൻ എഴുന്നേറ്റ് വരുമോ അവിടെ ജന്തർ മന്ദറിലേക്ക്? അപ്പം ഈ മടിയൻ ഇറങ്ങിയാൽ ഈ പാർട്ടിയുടെ മെമ്പർഷിപ്പ് അങ്ങ് പോകും. അതെ അല്ലേ? എന്തായാലും ഇവിടെ തേഞ്ഞത് മല്ലു മാപ്രകളാണ് വാസ്തവം. അവർ വലിയ പ്രതീക്ഷയോടെ ഇരുന്നതാണ്. പിന്നെ പ്രശാന്ത് രഘുവംശത്തിൽ തുടങ്ങി, ഞാൻ പറഞ്ഞല്ലോ ബിഗ് ടി വിയുടെ റിപ്പോർട്ടർ വരെ പിന്നെ 2-3 യൂണിറ്റാണ് കൊണ്ട് ഇതിന് റിപ്പോർട്ട് ചെയ്യാൻ ഇട്ടിരുന്നത്, എയർപോർട്ടിലടക്കം. ഒന്നാമത്തെ കാര്യം ഇവർ വിചാരിച്ചത് ഡൽഹി പോലീസ് ഇതിന് അനുമതി കൊടുക്കൂല. ഡൽഹി പോലീസ് എയർപോർട്ടിൽ നിന്ന്, അപ്പോൾ ഇയാൾ ഇവിടെ ഇറങ്ങിയിട്ട് നേരെ ഡൽഹി പോലീസിനെ കാണാൻ പോകുമെന്നാണ് പറഞ്ഞത്. അഭിജിത്ത് എനിക്ക് അവിടെ പ്രക്ഷോഭത്തിന് അനുമതി നൽകണം. പിന്നെ അതായത് ഞങ്ങളുടെ പ്രക്ഷോഭം എന്താണ്? ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് നടത്തുന്ന പ്രക്ഷോഭം. സ്വാഭാവികമാണ്, ഒരു മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഈ രാജ്യത്ത് പ്രക്ഷോഭം നടത്തിക്കൂടെ? അതിനെ എതിർക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും വളരെ അത് ആർക്കാണെങ്കിലും ശരി, ഏത് പാർട്ടിക്കും ആ വിഷയം ചോദ്യം ചെയ്യാം. അതിൽ പിന്നെ ഈ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടാം. കാരണം അതിനകത്ത് പിഴവുകളുണ്ട്, മന്ത്രിയുടെ ഭാഗത്ത് തെറ്റുണ്ട്, സിസ്റ്റം പിഴച്ചു, ഒരുപാട് കാര്യങ്ങളുണ്ട്. 12 വർഷം ഭരിച്ചിട്ട് BJPക്ക് CBSEയുടെ കാര്യത്തിലും നീറ്റിൻ്റെ കാര്യത്തിലും ഒന്നും ഒരു കൃത്യമായ സിസ്റ്റം കൊണ്ടുവരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് BJPയുടെ പരാജയമാണ്. തീർച്ചയായിട്ടും BJP അക്കാര്യത്തെക്കുറിച്ച് ഈ മന്ത്രിയെ മാറ്റുന്നതടക്കമുള്ള കാര്യം BJP ചിന്തിക്കണം. ഈ നീറ്റിൽ നമ്മുടെ കേരളത്തിൽ ഒരു പെൺകുട്ടി നീറ്റ് പരീക്ഷ വീണ്ടും എഴുതാൻ സഹിക്കുന്നില്ല, എനിക്ക് സാധിക്കില്ല, 2ാം എഴുതുന്ന കുട്ടി ആത്മഹത്യ ചെയ്തു. അതുകൊണ്ട് എത്രയോ കുട്ടികൾ ചെറുപ്പക്കാരുടെ ഭാവി വെച്ചാണ് കളിച്ചിരിക്കുന്നത്. അതിനകത്ത് അഴിമതിയുണ്ടോ? അതിനകത്ത് സ്വജനപക്ഷപാതമുണ്ടോ? അതിനകത്ത് എന്താണ് സംഭവിച്ചത്? ഇത് കൃത്യമായിട്ടൊരു അന്വേഷണം നടത്താൻ പോലും BJP തയ്യാറാകുന്നില്ല, BJP ഗവൺമെൻറ് തയ്യാറാകുന്നില്ല എന്നുള്ള പരാതി എല്ലാവർക്കും ഉണ്ട്, നമുക്കും ഉണ്ട്. നമ്മളൊരിക്കലും ഇവിടെ BJPയെ വെള്ള പൂശേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ല. നരേന്ദ്രമോദി തെറ്റ് ചെയ്താലും തെറ്റ് തന്നെ, അതിനെ തെറ്റാണെന്ന് പറയാൻ ധൈര്യമുള്ളവനാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ തലയിൽ കൊണ്ട് വെക്കേണ്ട ഇതിന്റെ ഉത്തരവാദിത്വം BJP മന്ത്രിസഭയ്ക്ക് എല്ലാവർക്കും, ആർക്കും അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പക്ഷേ മന്ത്രി എന്നുള്ള നിലയ്ക്ക് അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ അതുകൊണ്ട് ഇയാൾ പ്രതിഷേധത്തിന് അനുമതി ചോദിക്കാൻ ഡൽഹി പോലീസിന്റെ ആസ്ഥാനത്തേക്ക് ചെല്ലും എന്നാണ് കരുതിയത്. അങ്ങനെ എല്ലാവരും ഇപ്പോൾ രാവിലെ തൊട്ടേ അങ്ങനെ ഈ സമയത്ത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഡൽഹി പോലീസ് എയർപോർട്ടിലെത്തി. അവിടെ വെച്ച് അഭിജിത്ത് ദീപ്കെ വിളിച്ച് സംസാരിച്ചു. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? അയാൾ പറഞ്ഞു ഞങ്ങൾ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ്, അത് ഞങ്ങൾ അനുമതി ചോദിക്കാൻ അങ്ങോട്ട് വരികയാണ്. ശരി, നിങ്ങൾക്ക് അനുമതി തരാം, പക്ഷേ ഇതിൻ്റെ നോംസ്
ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇങ്ങനെയൊക്കെയാണ്. ഇത് പാലിച്ചാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രക്ഷോഭം നടത്താം, അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല. വളരെ ക്ലിയറാണ്. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പറയുന്നത് പോലെ തന്നെ ഇവരോടും പറഞ്ഞു. ഏത് കൂട്ടായ്മയോടും പോലീസിന്, കാരണം ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കേണ്ടത് പോലീസിൻ്റെ ജോലിയാണ്. വന്ന് പ്രക്ഷോഭത്തിൻ്റെ പേരിൽ പിന്നെ പൊതുമുതൽ നശിപ്പിക്കുക, സ്വകാര്യ മുതൽ നശിപ്പിക്കുക, അത് പറ്റില്ല, അത് നടക്കില്ല. ഇത് സ്വതന്ത്ര പരമാധികാര സ്വയംഭരണ രാഷ്ട്രമാണ്. ഇവിടെ ഇത് ബ്രിട്ടീഷുകാരനല്ല ഭരിക്കുന്നത്. ബ്രിട്ടീഷുകാരനാണ് ഭരിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി അക്രമ പ്രവർത്തനങ്ങളൊക്കെ കാണിച്ചാലും നമുക്ക് സഹിക്കാമായിരുന്നു. ഇതങ്ങനെയല്ല. ഇതൊരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ സ്വയംഭരണ രാഷ്ട്രമാണ്, അല്ലേ? അവിടെ ഈ ചെപ്പടി വിദ്യയൊന്നും നടക്കില്ല. ഇതിൻ്റെ പേരിൽ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഉണ്ടാക്കിയ പൊതുമുതൽ നശിപ്പിക്കാൻ പറ്റില്ല. സ്വകാര്യ വ്യക്തികൾ അവരുടെ അധ്വാനം കൊണ്ട് നേടിയ മുതൽ നശിപ്പിക്കാൻ പറ്റില്ല. പൗരൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാനാണ് പോലീസ്. അതുകൊണ്ട് ഡൽഹി പോലീസ് പറഞ്ഞു, നിങ്ങൾക്ക് പ്രക്ഷോഭം നടത്താം, ഒരു കുഴപ്പമില്ല, പക്ഷേ ഈ കണ്ടീഷൻസൊക്കെ, ഞങ്ങൾ പറയുന്ന കണ്ടീഷൻസ് അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര സമയം കാലയളവ് വരെ അവർ പറഞ്ഞു. എന്തായാലും അവർ തമ്മിൽ ചർച്ച ചെയ്തത് എന്താണെന്ന് പുറത്തറിയില്ല. എന്തായാലും അഭിജിത്ത് ദിപ്കെ അത് അംഗീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉടനെ പിന്നെ അപ്പോൾ ഒന്നാമത്തെ ഇത് സെൽഫ് ഗോളായി. ഇവർ വിചാരിച്ചത്, മല്ലു മാപ്രകൾ കരുതിയത് പോലീസ് അനുമതി കൊടുക്കത്തില്ല. അപ്പോൾ ഉടനെ ഇതാ ഡൽഹിയിലെ തെരുവുകൾ കത്തുന്നു, വാർത്തയായി, ബ്രേക്കിംഗ് ന്യൂസായി. അവിടെ ചീറ്റി, അത് പോയി, പൊളിഞ്ഞു. അടുത്തത് അവർ ജന്തർ മന്ദറിലെത്തി. നോക്കുമ്പോൾ അവിടെ എല്ലാം കൂടെ ഒരു 1000 പേര് തികച്ച് കാണും. ഈ സത്യത്തിൽ ഈ പ്രക്ഷോഭത്തിന് ഒന്ന് ആലോചിച്ച് നോക്കൂ. സോഷ്യൽ മീഡിയയിലൂടെ എത്ര കോടിയാ ആൾക്കാർ വന്നത്? 12 കോടി. എത്രയോ കോടി ആൾക്കാർ ഇതിൽ ഈ കോക്രോച്ച് ജണ്ടാ പാർട്ടി, ജനതാ പാർട്ടി അല്ല, ജണ്ടാ പാർട്ടി, ഈ കോക്രോച്ച് ജണ്ടാ പാർട്ടിയിൽ, അതായത് കൂറ പാർട്ടിയിൽ, നമ്മൾ ഈ പാറ്റയ്ക്ക് പൊച്ച മലയാളത്തിൽ കൂറ എന്നാണ് പറയുന്നത്, ഈ കൂറകളുടെ പാർട്ടിയിൽ പിന്നെ ഇത്രയും കോടിക്കണക്കിന് കൂറകളുണ്ടെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. പക്ഷേ വെറും 1000 പേരിന് താഴെയാണ് അവിടെ വന്നത്. 1000 പേരൊന്നും ഇല്ല, എണ്ണിയെടുക്കാവുന്ന ആളെ അവിടെ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞല്ല, മാധ്യമങ്ങൾ തന്നെ പറയുന്നത്. അപ്പം ഞാൻ ഈ ദേശീയ മാധ്യമങ്ങൾ നോക്കി. ദേശീയ മാധ്യമങ്ങൾ രാവിലെ തൊട്ട് മറ്റു പല വാർത്തകളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നിക്കോബാർ ഐലൻഡിലെ വിഷയമുണ്ട്, അവിടെ പ്രകൃതിവാതകം കണ്ടെത്തിയതിനെ കുറിച്ചുള്ള വാർത്തയുണ്ട്, അതുപോലെ തന്നെ ബംഗാളിലെ വാർത്തയുണ്ട്, പിന്നെ ബംഗാളിൽ തൃണമൂല് നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചുള്ള വാർത്തയുണ്ട്. ഇങ്ങനെ പലതും ഉണ്ട്. അണ്ണാമല പോയതിനെ സംബന്ധിക്കുന്ന വാർത്തയുണ്ട്. അവർക്കാർക്കും ഇതൊരു വലിയ എന്താ പറയുക, ടാം റേറ്റിങ്ങിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വാർത്തയല്ല. പക്ഷേ ഇത് കേരളത്തിലെ മല്ലു മാപ്രകൾക്ക്, കേരളത്തിൽ ഇവിടെ പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ല, മാധ്യമങ്ങളാണ്. അതിൽ ഞാൻ എടുത്തു പറയാം, ഏഷ്യാനെറ്റാണ്. അതായത് BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിൻ്റെ കീഴിലുള്ള, അയാൾക്ക് ഏതാണ്ട് 80% ഷെയറുള്ള ഒരു സ്ഥാപനം, ഒരു മാധ്യമ സ്ഥാപനമാണ് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒന്നുകിൽ രാജീവ് ചന്ദ്രശേഖർ പിന്നെ അതിൻ്റെ മുതലാളിയായിട്ടിരിക്കണം, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം. ഇത് രണ്ടും കൂടി 2 വഞ്ചിയിൽ കാലൂന്നിക്കൊണ്ട് പോകുന്ന ഈ പരിപാടി നല്ലതല്ല. എന്നിട്ട് ഏഷ്യാനെറ്റിനെ കൊണ്ട് BJPയെ തന്നെ തെറി പറയിപ്പിക്കുക, എത്ര മ്ലേച്ഛമായിരിക്കുന്നു, എത്ര ഒന്ന് ആലോചിക്കണ്ടേ? മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമല്ലേ അത്? തീർച്ചയായിട്ടും. രാജീവ് ചന്ദ്രശേഖരനെ പോലൊരാളിൻ്റെ പിന്നെ കീഴിലുള്ള മാധ്യമ സ്ഥാപനം രാവിലെ തൊട്ടേ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ തെറി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവരെ ചീത്ത പറഞ്ഞുകൊണ്ട് നടത്തുന്ന കുറേ ഇതിൻ്റെ, നമുക്ക് വിരോധമൊന്നുമില്ല, നമുക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ ഇത് ഇരട്ടത്താപ്പാണെന്ന് പറയും നമ്മൾ, അത് തീർച്ചയായും ഒരു സംശയമില്ല, ഇരട്ടത്താപ്പാണ്. അല്ല, ഏഷ്യാനെറ്റിനെ അല്ല കുറ്റം പറയുന്നത്. ഏഷ്യാനെറ്റിന്റെ മുതലാളിയായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഒന്നുകിൽ അത് മുഴുവനും ഒഴിയണം, ആ സ്ഥാനത്ത് നിന്ന് ഏതെങ്കിലും ഒന്നിച്ചോട്ടണം. ഒരു വഞ്ചിയിൽ യാത്ര ചെയ്യണം, 2 വഞ്ചിയിൽ യാത്ര ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ്. യാത്ര ചെയ്യുകയോ ചെയ്യാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ നമ്മൾ പറയും അത് ഇരട്ടത്താപ്പാണ്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് ഇവിടെ വന്ന് ജന്തർ മന്ദറിലെ ആൾക്കൂട്ടം കണ്ടപ്പോൾ തന്നെ ലൈവ് ബാഗ് എല്ലാം ഓഫ് ചെയ്തു. എല്ലാം മല്ലു മാപ്പറുകളെല്ലാം നാനാ വഴിക്ക്, ഏതാണ്ട് ഇപ്പോൾ 10-12 ചാനലുണ്ട് അല്ലേ, എല്ലാം 4 വഴിക്ക് ഓടിത്തള്ളി. അവിടെ രാവിലെ അങ്ങനെയല്ല, രാവിലെ ജന്തർ മന്ദറിലേക്ക് വരുന്നു, അവിടെ നിൽക്കുന്ന ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, എല്ലാം മൈക്ക് വെക്കുന്നു. എല്ലാം ഒന്നാമത്തെ കാര്യം, ഇവറ്റകൾക്ക് ഹിന്ദി അറിഞ്ഞൂടാ, ഇംഗ്ലീഷും അറിഞ്ഞൂടാ.
മുറി ഇംഗ്ലീഷും മുറി ഹിന്ദിയുമാണ്. ഇതും പറഞ്ഞ് അവിടെ ചെന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. കുറേ പണ്ട് മറ്റേ തുക്കടെ ഗ്യാങ് മോദിക്കെതിരെ പിന്നെ രാജ്യത്തെ ഭാരതത്തെ കഷ്ണമായി മുറിക്കും എന്ന് പറഞ്ഞൊരുത്തം വന്നല്ലോ. അവ ഓടിയ വഴിക്ക് പിന്നെ പുല്ലുകൾ നിർത്തിയിട്ടില്ല. അവൻ അവിടെ നിന്ന് ഓടി നേരെ കോൺഗ്രസിൽ ചെന്ന് കോൺഗ്രസും ഗതി പിടിക്കുന്നില്ല. ഇതേ ഇങ്ങനെ മണ്ടത്തിലടിക്കുന്ന മല്ലുമാപ്രകളാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം അണ്ണാമലയുടെ അഭിമുഖം. അത് ഇൻസ്റ്റാഗ്രാമിൽ അണ്ണാമല 10-25 മിനിറ്റ് ഒരു ഇൻ്റർവ്യൂ ഇട്ടിരുന്നു. അതിന് അണ്ണാമലയുടെ ഒരു ജേർണലിസ്റ്റ് ചോദിച്ചത് തമിഴനാണോ ഇന്ത്യക്കാരനാണോ? അണ്ണാമലയുടെ മറുപടി, ഞാൻ അന്നും ഇന്നും ഇന്ത്യക്കാരനാണ്. തമിഴൻ എന്നതിൽ അഭിമാനിക്കുന്ന ഇന്ത്യക്കാരൻ, അതിലെല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ മല്ലുമാപ്ര റിപ്പോർട്ട് ചെയ്തത് ഞാൻ ഇന്ത്യക്കാരനല്ല, ഞാൻ തമിഴനാണ്. അല്ല, അവരങ്ങനെ ചെയ്യുള്ളൂ. എന്തോ അതെന്താണെന്നറിയാമോ ഇതിന്റെ പേര്? അല്ല, അത് ഇതുകൊണ്ടാണ് പണ്ട് ഇന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ പണ്ട് SFI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന M. സ്വരാജ് പറഞ്ഞത് പിതൃശൂന്യ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞത് ഇതിനെയാണ്. അല്ലാതെ മാധ്യമപ്രവർത്തകരെ സ്വരാജ് പിതൃശൂന്യരാണെന്ന് വിളിച്ചിട്ടില്ല. നമ്മൾ സത്യമായിട്ട് പറയണമല്ലോ. സ്വരാജ് ചെയ്യുന്ന കാര്യം എന്താണോ അത് അങ്ങനെ തന്നെ പറയണം. സ്വരാജ് പറഞ്ഞത് ഇത് പിതൃശൂന്യ വാർത്തകൾ, പിതൃശൂന്യ പത്രപ്രവർത്തനം എന്നാണ് പറഞ്ഞത്. അല്ലാതെ അയാൾ വ്യക്തിപരമായിട്ട് ആരെയും ആക്ഷേപിച്ചില്ല. നമുക്ക് സ്വരാജിന്റെ സർട്ടിഫിക്കറ്റും വേണ്ട, മോദിയുടെ സർട്ടിഫിക്കറ്റ്. അല്ലല്ല, അതാരും തയ്യാറായില്ല എന്ന് മാത്രമല്ല, സ്വരാജിനെ വേട്ടയാടാനാണ് ശ്രമിച്ചത്. ഇരിക്കട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത് കാറ്റഴിച്ചു വിട്ട ബലൂണ് പോലെ ആയിപ്പോയി ഈ പ്രക്ഷോഭം. നോക്കൂ, ഇത് നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഇത്രയും കോടി മെമ്പർഷിപ്പ് ഇതിനകത്ത് ഈ ഫോളോവേഴ്സ് ഇതിൽ വന്നു. അതിൽ 49% പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ്, 14% അമേരിക്കക്കാരാണ്, 14% ബംഗ്ലാദേശുകാരാണ്, 9% ഇന്ത്യക്കാരുണ്ടായിരുന്നത്. ഈ 9%-ൽ നിന്നാണ് ദില്ലിയിലുള്ള എത്ര പേരുണ്ടെന്ന്. അല്ലെ, അതുകൊണ്ട് ഇപ്പൊ മണി എത്രയായി? നമ്മൾ 11 ഇത്രയും സമയത്തിനിടയ്ക്ക് രാവിലെ ഏതാണ്ട് 9 മണി വരെ ലൈവ് കൊടുത്തോണ്ടിരുന്ന ചാനലുകളെല്ലാം ലൈവ് ഓഫ് ചെയ്തു. ഇപ്പൊ അവർക്ക് കൂറയും വേണ്ട, ജന്തർ മന്ദറും വേണ്ട, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും വേണ്ട. സമയത്താണ് വീതി ലീഡർ നമ്മുടെ അണ്ണാമലയുടെ പാർട്ടി ലോഞ്ച്. അതൊന്ന് ആലോചിക്കണം. അതായത് അത് പ്രഖ്യാപിച്ച് 24 മണിക്കൂറായില്ല, 10 ലക്ഷം ഫോളോവേഴ്സ് ഇന്ത്യക്കാരാണ്. 10 ലക്ഷം ഇന്ത്യക്കാർ, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ അവിടെ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യാൻ, അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ചേരാൻ. വി ദ ലീഡർ എന്നാണ് അതിന്റെ പേര് തന്നെ. നമ്മൾ നയിക്കും, നമ്മളാണ് നയിക്കുന്നത്, നമ്മളാണ് നേതാക്കൾ എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്, ഒരു മൂവ്മെൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അണ്ണാമലയുടെ പ്രസ്ഥാനം വിജയിക്കും എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഞാനത് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കാരണം അത് കണ്ടെങ്കിലും BJP പഠിക്കണം എങ്ങനെയാണ് രാഷ്ട്രീയം, പ്രത്യേകിച്ചും ദക്ഷിണ ഭാരതത്തിൽ രാഷ്ട്രീയം പയറ്റേണ്ടത്. നോക്കൂ, BJP ദക്ഷിണ ഭാരതത്തിൽ നിന്ന് BJP അപ്രത്യക്ഷമാകാൻ പോവുകയാണ്. വളരെ കൃത്യമാണ്. DK ശിവകുമാറിനെ കർണാടകയിൽ മുഖ്യമന്ത്രിയായിട്ട് കൊണ്ടുവന്നതിലൂടെ കോൺഗ്രസ് കളിച്ചിരിക്കുന്ന കളി വളരെ വലുതാണ്. കർണാടകയിൽ BJP തീർന്നു. ലിംഗായത്തുകളെയും ഒക്കലിംഗരെയും കൂടെ പിടിച്ചുകൊണ്ട് DK ശിവകുമാർ കന്നഡ രാജ്യത്തിൻ്റെ ഭരണം, തുടർഭരണം പിടിക്കും. അല്ലാതെ BJPക്ക് ഒരു മര്യാദയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെ. ഒരു സംശയം ചോദിക്കട്ടെ രാജേഷ് ജി, ആരാ കർണാടകയിലെ പ്രതിപക്ഷ നേതാവ്? ആർക്കെങ്കിലും അറിയോ? ആ പ്രതിപക്ഷ നേതാവ് കർണാടകയിൽ ഏതെങ്കിലും ഒരു ജനകീയ പ്രക്ഷോഭം നടത്തിയത് നമുക്കറിയാമോ? ഇല്ല, അറിയില്ല. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. കേരളത്തിൽ സംസ്ഥാന പ്രസിഡന്റിന്റെ പേര് നമുക്കൊക്കെ അറിയാം. മധ്യപ്രദേശിലെ സംസ്ഥാന പ്രസിഡന്റ് ആരാ? BJP. മഹാരാഷ്ട്രയിലെ പോട്ടെ, മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി ആരാ? ഒരു ഇതുമില്ല. ഇനി ഒഡീഷയിലെ, ബീഹാറിലെ ഇപ്പോൾ ദേശീയ അധ്യക്ഷനായിരിക്കുന്ന നിതിൻ നബീൻ, അദ്ദേഹത്തെക്കുറിച്ച് മുമ്പ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഉടനെ BJPക്കാർ പറയും ഇങ്ങനെ അസംഖ്യം പ്രചാരകന്മാർ ഞങ്ങളുടെ ഇതിലുണ്ട് എന്ന് പറയും. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നരേന്ദ്രമോദി, അമിത്ഷാ തുടങ്ങി അങ്ങനെ ഏതാനും പേരുകൾ കഴിഞ്ഞാൽ, യോഗി ആദിത്യനാഥ് കഴിഞ്ഞാൽ പിന്നെ ആരാ? ആളില്ല എന്നല്ല,
പിന്നെ ഉള്ളവരെ നമുക്ക് അറിയില്ല. അവർക്ക് ആളുണ്ടാവും, പക്ഷെ അറിയില്ല. അതായത് കൃത്യമായിട്ട് കാര്യങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മോദി അമിത്ഷായിലാണ്. അത് തെറ്റാണ്. BJPക്ക് ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, അത് ഏകാത്മ മാനവ ദർശനമാണ്. ഞാൻ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്. ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് BJP മുന്നോട്ട് പോകുന്നത്. അത് ഞാൻ പറയുന്നത് മോദിയോ അമിത്ഷായോ ഒക്കെ എന്തോ കുഴപ്പക്കാരാണെന്നല്ല. അവർ അവരുടേതായ രീതിയിൽ രാഷ്ട്രീയം ചെയ്ത് മുന്നോട്ട് പോകുന്നു, രാഷ്ട്രീയം പയറ്റി മുന്നോട്ട് പോകുന്നു, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. അവരിപ്പോൾ ജനങ്ങൾക്ക് അവരെ വേണം, അതുകൊണ്ട് അവരെ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച് അവരെ അധികാരത്തിൽ കയറി അവർ ഭരിക്കുന്നു. പക്ഷേ എല്ലാ കാലത്തും നരേന്ദ്രമോദി ജീവിച്ചിരിക്കില്ല, എല്ലാ കാലത്തും അമിത്ഷാ ഇങ്ങനെ ഉണ്ടാവില്ല. അവർക്ക് ശേഷം അല്ലേ എത്രയോ പേർ നമ്മളെ കടന്നുപോയി. ഇവരുടെ കാലം കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ നമ്മൾ നരേന്ദ്രമോദിയെ പിന്നെ ഗൂഢാലോചന നടത്തിയെന്ന് BJPക്കാർ പറയും. ഞാൻ പറയുന്നത് ഭാവി 100 കൊല്ലം കഴിഞ്ഞ് അല്ല, ആരുണ്ട് നിങ്ങൾ ഉയർത്തി കാണിക്കൂ. ഫട്നാവിസ് ശരിയാണ്, ഫട്നാവിസ് നല്ല നേതാവാണ്, മഹാരാഷ്ട്ര നേരെ ചൊവ്വേ ഭരിക്കുന്നു. ഫട്നാവിസിന് ശേഷം അവിടെ ആര്? ഫട്നാവിസിൻ്റെ പിൻഗാമി. ഇതെല്ലാം പോട്ടെ, നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ BJP സംസ്ഥാന പ്രസിഡന്റിനെ അറിയാം. യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാ? യുവമോർച്ച കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് നടത്തിയ ക്രിയാത്മകമായൊരു സമരത്തിൻ്റെ പേര് പറയും, ഒരു പ്രക്ഷോഭം, യുവമോർച്ച നയിച്ച ഒരു പ്രക്ഷോഭത്തെക്കുറിച്ച് പറയും. മഹിളാ മോർച്ച ആരാ സംസ്ഥാന പ്രസിഡന്റ്? എന്താ അവർ ചെയ്യുന്നത്? നിയമസഭയിൽ അവർ ഒരു സമരം നടത്തി. എന്താ പിന്നെ ബസ്സിൽ സൗജന്യ യാത്ര അധികാരത്തിൽ ഏറുന്നതിന് മുമ്പേ, സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പേ ഇത്രയും എന്താ പറയുക തല്ലിപ്പൊളി ഇടപാട്, അങ്ങനെ തന്നെ പറയണം, തല്ലിപ്പൊളി ഇടപാട് BJP അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടി? കാസർഗോഡ് നിന്ന BJP ഒന്ന് ആലോചിക്കണം. ജനങ്ങളുടെ പ്രതീക്ഷയാണ് BJP, കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയാണ്. അതുകൊണ്ടാണ് അവർ 3 സീറ്റിൽ വിജയിച്ചത് തന്നെ. ഇത്രയും BJPക്ക് 14% മുകളിൽ വോട്ട് കിട്ടിയെങ്കിൽ അത്രയും ജനങ്ങൾക്ക് നിങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്നാണ് അർത്ഥം. ആ പ്രതീക്ഷ നിറവേറ്റാൻ വേണ്ടി BJP എന്ത് ചെയ്യുന്നു? ഇത് നമ്മൾ പറയുമ്പം നമ്മൾ കോൺഗ്രസ്സിന് വേണ്ടി കുഴലൂതുന്നു, നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വാദങ്ങൾ നിരത്തുന്നു. അല്ല, നമ്മൾ എല്ലാ പാർട്ടികളെയും വിമർശിക്കും. CPMനെയും വിമർശിക്കും, കോൺഗ്രസിനെയും വിമർശിക്കും, BJPയെയും വിമർശിക്കും. BJPക്ക് കൊമ്പൊന്നുമില്ല. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്, അല്ലാതെ നേതാക്കൾക്ക് വേണ്ടി ആകരുത്. നിങ്ങളുടെ പ്രത്യയശാസ്ത്രം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ കരുത്തിൽ വേണം പ്രവർത്തിക്കാൻ. അങ്ങനെ പ്രത്യയശാസ്ത്രം ഉപേക്ഷിച്ച് മറ്റ് കയ്യിൽ കുറേ പണമുണ്ട്, അധികാരമുണ്ട് എന്ന് പറഞ്ഞ് പ്രവർത്തിച്ചാൽ ഇപ്പോൾ ഒരാൾ നടക്കുന്നത് പോലെ നടക്കാം. ഇപ്പോൾ ഒരു പാർട്ടി 35 സീറ്റുമായിട്ട് ഒരു മുന്നണി തന്നെ പ്രതിപക്ഷത്ത് വന്ന് ചൊറിയും കുത്തിയിരിക്കുകയാണ്. അതുപോലെ ഭാവിയിൽ നിങ്ങൾക്കും സംഭവിക്കാം, BJPക്കും അത് സംഭവിക്കാം. അതിന് ഒരുപാട് കാലമൊന്നും കാത്തിരിക്കേണ്ട. ഇന്നൊരു അണ്ണാമലെ ഇന്നലെ പോയെങ്കിൽ ഇന്ന് 10 അണ്ണാമലെ പോലും. ഒരാൾ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നതാണ്, ഒരു അണ്ണാമലെ പോയാൽ 10 അണ്ണാമലെ എവിടെ? യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ ആരാ? യുവമോർച്ചയുടെ ദേശീയ നേതാക്കൾ ആരൊക്കെയാ? മഹിളാ മോർച്ചയുടെ ആരൊക്കെയാ? ഇവർ നടത്തിയ ദേശീയ തലത്തിൽ നടത്തിയ ഏതെങ്കിലും ഒരു ജനകീയ പ്രക്ഷോഭം വേണ്ട, സർക്കാരിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം. അണ്ണാമലയുടെ രാജി സ്വീകരിച്ചിരിക്കുന്ന BJP ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു ലെറ്റർ പാഡ് കണ്ടു. അതിലാണ് മനസ്സിലായത് സംഘടനാ ചുമതല ആസ്ഥാനത്ത് ജനറൽ സെക്രട്ടറി ഒരു രഞ്ജിത്ത് സിംഗ് ആണെന്ന്. അങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. ഇങ്ങനെ വല്ലപ്പോഴും കുറിപ്പിറങ്ങുന്നത് ഒരു ഇതല്ല ഒരു സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി. അതുപോലെ തന്നെ സംഘപരിവാറിൻ്റെ വിദ്യാർത്ഥി സംഘടന ABVP കഴിഞ്ഞ 2-5 വർഷങ്ങളായിട്ട് നടത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സമരം, വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയിരിക്കുന്നത്. നോക്കൂ, വിദ്യാർത്ഥി രാഷ്ട്രീയമാണ് ശരിക്കും യഥാർത്ഥ രാഷ്ട്രീയം. അവിടെ നിന്നാണ് ഭാവിയിലെ രാഷ്ട്രീയ താരങ്ങൾ ഉദയം ചെയ്യുന്നത്. അവിടെ ആ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ BJPക്ക് എടുത്തു പറയാൻ കഴിയുന്ന, ABVPക്ക് എടുത്തു പറയാൻ കഴിയുന്ന നാളെയുടെ വാഗ്ദാനങ്ങളായ ആരുമില്ല. ഒരു ശ്യാംരാജാണ് അതിൽ നിന്ന് വന്നത്. ഈ VV രാജേഷ്, അതുപോലെ സുധീർ, അതുപോലെ അഡ്വക്കേറ്റ് സുരേഷ്, ഇവരെല്ലാം ഉയർന്നു വന്നത് ABVPയിൽ നിന്നാണ്. പക്ഷേ ഇന്നത്തെ ABVPയിൽ നിന്ന് നാളത്തേക്ക് രാഷ്ട്രീയ നേതാക്കളായിട്ട് ഉയർന്നു വരാൻ ആരൊക്കെയാണുള്ളത്? ഈ രാജേഷും ശ്യാംരാജും സുധീറും ഒക്കെ പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്നവരാണ്. അവർ വിവിധ സമരങ്ങൾ നയിച്ചവരാണ്. അവരെ അന്ന് തൊട്ടേ നമുക്കൊക്കെ അറിയാം. മാധ്യമപ്രവർത്തനം നടത്തുന്ന കാലത്ത് എനിക്ക് 20 വർഷം മുമ്പ് VV രാജേഷിനെ അറിയാം. അന്ന് VV രാജേഷ് അന്നും ഒരു നേതാവാണ്. പക്ഷേ ഇന്നത്തെ അവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു? നമ്മൾ ഒരുപാട് നേതാക്കളെ കണ്ടതാണ്.
SFIയിൽ ഞാൻ പറഞ്ഞില്ലേ 20 വർഷം മുമ്പ് 2005-6 കാലഘട്ടത്തിലാണ് ഒരു പെൺകുട്ടി സ്വാശ്രയ കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നെ രജനി അല്ലേ ആത്മഹത്യ ചെയ്യുന്നത്. അന്ന് സ്വരാജിൻ്റെ പത്രസമ്മേളനം വളരെ ആ പത്രസമ്മേളനത്തിലാണ് സ്വരാജ് ഈ പിതൃശൂന്യ പത്രപ്രവർത്തനം എന്ന വാക്ക് പറഞ്ഞത്. സത്യത്തിൽ അവരെയൊക്കെ നമുക്ക് അന്ന് തൊട്ടേ അറിയാം. അന്ന് ഈ സ്വരാജും ലിജുവും PC വിഷ്ണുനാഥും അതുപോലെ VV രാജേഷും ഇവരൊക്കെ അന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ തിളങ്ങി നിന്ന നേതാക്കളാണ്. ഈ നേതാക്കൾ ഇന്നവർ 20 വർഷം കഴിഞ്ഞപ്പോൾ അവർ ഒരാൾ മേയറായി, ഒരാൾ മന്ത്രിയായി, ഒരാൾ പ്രതിപക്ഷത്തിരിക്കുന്നു, എം വിൻസെന്റ്. ഇവരൊക്കെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഇന്ന് ഈ പറയുന്നത് ഇത് ABVPയിലും ഇല്ല, SFIയിലും ഇല്ല, പിന്നെ KSUവിലാണ് സ്വല്പമെങ്കിലും ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം. അതും ഒക്കെ ഏതാണ്ട് കണ്ടു തന്നെ അറിയണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഈ നമ്മൾ രാവിലെ വന്നിരുന്ന് BJPയെ കുറ്റം പറയുകയാണ് എന്ന് ധരിക്കരുത്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടത് മാധ്യമപ്രവർത്തകരുടെ ജോലിയാണ്. തിരുത്തുക നിങ്ങളുടെ കടമയാണ്. നിങ്ങൾ തിരുത്തിയാലും തിരുത്തിയില്ലെങ്കിലും നമുക്ക് യാതൊരു കാര്യവുമില്ല. നമ്മൾ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനകത്ത് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. എന്തായാലും ഈ കൂറ പാർട്ടികളുടെ പ്രക്ഷോഭം അത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി എരിഞ്ഞടങ്ങി. അത് ജന്തർ മന്ദർ വിട്ട് പുറത്തേക്ക് പോവില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. മാധ്യമങ്ങളും പ്രത്യേകിച്ചും മല്ലു മാപ്രകൾ അവർ വരെ അതിനെ ഉപേക്ഷിച്ചു. അതുകൊണ്ട് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലല്ല രാഷ്ട്രീയ പ്രവർത്തനം ഇരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഒരു ടൂളാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ടൂള് മാത്രമാണ്. സോഷ്യൽ മീഡിയയിൽ വലിയ ആക്റ്റീവായിരിക്കുന്ന ആൾക്കാർ അവരൊന്നും രാഷ്ട്രീയ നേതാക്കളല്ല, അവർക്കൊന്നും രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും കഴിയില്ല. എവിടെയെങ്കിലും ഇരുന്ന് ഒരു കമ്പ്യൂട്ടർ തുറന്നു വെച്ച് അവിടെ ഇരുന്ന് വിമർശിക്കാം. പക്ഷെ ഗ്രൗണ്ടിലിറങ്ങി പ്രവർത്തിക്കുന്നതാണ് രാഷ്ട്രീയം. അത് ജനങ്ങളുടെ ഇടയിൽ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതാണ് രാഷ്ട്രീയം. PR തള്ളുകളല്ല രാഷ്ട്രീയം. ഒരിക്കൽ കൂടി പറയുന്നു, BJPയുടെ നേതാക്കൾ മനസ്സിലാക്കാൻ, CPMൻ്റെ നേതാക്കൾ, ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ, കോൺഗ്രസിൻ്റെ നേതാക്കൾ മനസ്സിലാക്കാൻ ഒക്കെ പറയുകയാണ്. ഇത് ഏതെങ്കിലും ഒരു ലാപ്ടോപ്പ് തുറന്നു വെച്ച് അവിടെ ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെ തള്ളിയാൽ അത് രാഷ്ട്രീയ പ്രവർത്തനമാകില്ല. നിങ്ങളെല്ലാവരും ജനങ്ങളിൽ നിന്ന് അകന്നു പോകും എന്നു മാത്രമല്ല, ഈ പാറ്റകളെപ്പോലെയുള്ള അരാജകത്വ പ്രസ്ഥാനങ്ങൾ അവിടെ കയറി വരും, രാജ്യം കുട്ടിച്ചോറാക്കും. അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും. മറിച്ച് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങളുടെ നടുവിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മാധ്യമപ്രവർത്തനം ചെയ്യുന്ന എൻ്റെ ജോലി മാധ്യമപ്രവർത്തനമാണ്. ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനല്ല. പക്ഷേ വാർത്തകൾ വസ്തുതകളായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അതിനകത്തെ സത്യമായി പറയുമ്പോൾ, അതിൻ്റെ തലനാഴിഴ കീറി വിശകലനം ചെയ്യുമ്പോൾ ഒക്കെ ഞാൻ മാധ്യമപ്രവർത്തകനാണ്. ആ മാധ്യമപ്രവർത്തകൻ ചൂണ്ടിക്കാണിക്കുന്നതാണ്. അതുമാത്രമേ എനിക്കിതിനകത്ത് പറയാനുള്ളൂ. എന്തായാലും ഈ പറഞ്ഞ പ്രക്ഷോഭം, ഈ കോക്രോച്ച് ജണ്ട പാർട്ടിയുടെ പ്രക്ഷോഭം, അത് തുടക്കത്തിലെ തന്നെ എന്താ പറയുക, അതിനൊരു പരിസമാപ്തി ഉണ്ടായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഉണ്ടാകുമോ ഇല്ലയോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അതിന് താമസം വിന അതിനൊരു മറുപടി നമുക്ക് കിട്ടും. അദ്ദേഹം രാജിവെക്കുമോ ഇല്ലയോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ അറിയാം.